പാവം എന്റെ സുന്ദര കുട്ടൻ എത്ര കഷ്ടപ്പെടുന്നു. പകലും ജോലി, രാത്രിയിലും ജോലി. എന്നാ മനസമാധാനുണ്ടോ? അതൊട്ടില്ല താനും. എന്റെ പൊന്നു മോൻ ഈ ഹോർലിക്സ് അങ്ങോട്ട് കുടിക്കേ. എനിക്ക് മനസമാധാനമില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു തരണോ? എന്റേതൊരു പഴയ മനസ്സല്ലേ മോനെ. എത്രയെത്ര മുഖങ്ങൾ കണ്ടിരിക്കുന്നു, എത്രയെത്ര കഥകൾ കേട്ടിരിക്കുന്നു. ഈ വീട്ടിലാകെ 2 മുഖമല്ലേ ഉള്ളൂ, എന്റെ മുഖവും എന്റെ അമ്മയുടെ മുഖവും. അതെ, 2 മുഖങ്ങളേ ഉള്ളൂ. 50 ലക്ഷത്തിന്റെ വീട്, നല്ല ഒന്നാന്തര അടുക്കള, നല്ല നല്ല കസേരകളും സെറ്റുകളും. പക്ഷേ മോൻ ഭാര്യയെ പിരിഞ്ഞു കഴിയുന്നു, അമ്മ അച്ഛനെ പിരിഞ്ഞു കഴിയുന്നു. എന്റെ ഭാര്യ പിരിഞ്ഞു പോയതല്ല, ഞാൻ അവളെ പിരിച്ചയച്ചതാ. പിന്നെ അച്ഛന്റെ കാര്യം, എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് ജീവിക്കാൻ അച്ഛൻ തയ്യാറല്ല. അതുകൊണ്ട് അമ്മയും അച്ഛനും വേറെ വേറെ താമസിക്കുന്നു. ഭർത്താവിനേക്കാൾ വലുതാണ് മകൻ എന്ന് തോന്നിയത് കൊണ്ടല്ലേ സരോജം അനിരുദ്ധനെ പറഞ്ഞയച്ചത്? അതുപോലെ ഭാര്യയേക്കാൾ വലുതാണ് അമ്മ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ പ്രസാദ് മോൻ പ്രഭയെ പറഞ്ഞയച്ചിട്ട് അമ്മയുടെ കൂടെ താമസിക്കുന്നത്? മകന് വേണ്ടി ജീവിക്കുന്ന അമ്മ, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മകൻ. എന്നിട്ടും ആ അമ്മയുടെയും മകൻ്റെയും മുഖത്ത് ഒരു പ്രകാശവും ഇല്ലല്ലോ. 2 പേരുടെ നെഞ്ചിനകത്ത് ഒരു മുള്ളിരുന്ന് കുത്തുന്നത് പോലെ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ നിങ്ങളെന്ന് വിളിക്കരുത് മോനെ. ഞാൻ നിന്റെ അമ്മായിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരമ്മൂമ്മയുടെ സ്ഥാനം. എന്നെ മോൻ അമ്മൂമ്മേന്ന് തന്നെ വിളിക്കണം. എനിക്ക് അത്രയൊന്നും പ്രായമില്ലെങ്കിലും. എന്താ നിങ്ങൾ അല്ല അമ്മൂമ്മ പറയാൻ കാരണം? എൻ്റെ മുഖത്തും അമ്മയുടെ മുഖത്തും പ്രകാശമില്ലെന്ന് അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അതെ, പ്രസാദ് മോനൊന്നും തോന്നരുത്. ഇത് അമ്മയോട് പറയുകയും അരുത്. നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന സുന്ദരനായ ഒരു മോൻ, ജോലി ചെയ്തും യാത്ര ചെയ്തും പണം പിരിച്ചും തളർന്ന അവശനായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്നേഹമുള്ള ഒരമ്മ എന്താ ചെയ്യേണ്ടത്? ഓടി അടുത്ത് ചെന്ന്, പൊന്നുമോനെ, നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? കാപ്പിയോ ചായയോ ജ്യൂസോ, അതോ നേരത്തെ ഊണ് കഴിക്കുന്നോ എന്നിങ്ങനെ വാത്സല്യത്തോടെ ചോദിക്കണം. അതിനു പകരം മോൻ കയറി വരുമ്പോൾ കാലും കയറ്റി വെച്ച് മുഖം വീർപ്പിച്ചിരിക്കല്ല വേണ്ടത്. മോൻ ഇന്ന് പുറത്തുനിന്ന് വന്നപ്പം ഞാനിരുന്ന സ്ഥാനത്ത് അന്യയായ ഒരു സ്ത്രീയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്ക്. സരോജം മുതലാളിയമ്മയും പ്രസാദ് മോൻ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരുത്തരുമാണെന്നേ അവർക്ക് തോന്നൂ. ദേ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ദേ, മോനിപ്പത് അമ്മയോട് പോയി പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കരുതേ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അമ്മൂമ്മ ഉത്തരം പറഞ്ഞില്ല. അമ്മ എന്തെങ്കിലും എന്നെപ്പറ്റി പറഞ്ഞോ? പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അമ്മൂമ്മ ഈ വീട്ടിൽ വന്നു കയറിയ ദിവസം തന്നെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ സാധ്യതയില്ല. ഇതും മോന്റെ മനസ്സിലേ ഇരിക്കാവൂ. വേലി തന്നെ വിളവ് തിന്നാൽ എങ്ങനെയിരിക്കും? ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാലോ? ഇങ്ങനെ 2 പഴഞ്ചൊല്ലുകൾ മാത്രമേ സരോജം എന്നോട് ഇന്ന് പറഞ്ഞുള്ളൂ. മോൻ ഒരുപാട് നേരമായി കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നു, ഇനി പോയി കിടന്ന് ഉറങ്ങ്. ഏതായാലും കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് അമ്മയ്ക്കും മോനും എന്നാലാവുന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ടേ ഞാൻ പോവൂ. സരോജത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നല്ല പഴഞ്ചൊല്ലുകൾ കൂടി പഠിക്കാലോ. പോയിക്കോളൂ.
ഞാനും ഈ മുറി തന്നെ കിടക്കാം. ഉറക്കം വരുന്നത് വരെ വല്ലതും ഒക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാലോ. അത് വേണ്ട. ഏ? എന്റെ അടുത്ത് വേറൊരാൾ കിടന്നാ എനിക്ക് ഉറക്കം വരില്ല ചേച്ചി. അതെയോ? അപ്പോ അനിരുദ്ധന്റെ കൂടെ ആയിരുന്ന കാലത്ത് സരോജത്തിന് ഉറങ്ങാനേ പറ്റിയിട്ടില്ലേ? അതൊക്കെ പഴയ കാലമല്ലേ. ആ, പ്രായം കൂടുന്തോറും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുമല്ലോ. അത് ശരിയാ. എന്നാ പിന്നെ ഞാൻ എൻ്റെ ബാഗ് വെച്ച കൊച്ചു മുറി തന്നെ പോയി കിടക്കല്ലേ. എല്ലാം വിധി. ഒന്ന് നിന്നേ. ചേച്ചി എന്തിനാ പ്രസാദിന്റെ മുറി പോയത്? അവൻ കമ്പ്യൂട്ടറിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് പോലും അവന് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഹോർലിക്സുമായി ചെന്നപ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റു. എന്തിനാ അമ്മൂമ്മ ഇങ്ങോട്ട് വന്നത്? പ്രസാദേന്നൊരു വിളി വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവൻ രാത്രിയിൽ ഹോർലിക്സും ബൂസ്റ്റും ഒന്നും കുടിക്കുന്ന പതിവില്ലല്ലോ. കൊടുത്തു നോക്കിയാലല്ലേ കുടിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. ഞാൻ കൊടുത്ത ഹോർലിക്സ് ഒരു തുള്ളി ഇല്ലാതെ കുടിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്തേക്കൊരു നോട്ടം. പരമശിവന്റെ ജടയിൽ നിന്നും ഗംഗ ഒഴുകി വരുന്നത് പോലെയല്ലേ പ്രസാദ് മോന്റെ കണ്ണുകളിൽ നിന്ന് സ്നേഹം ഒഴുകി വന്നത്. ശരി ശരി, ചേച്ചി പോയി കിടന്നോളൂ. അതിരാവിലെ ചേച്ചി പോവല്ലോ ഇല്ലേ? വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായാൽ പൊയ്ക്കുള്ളൂ. ഞാൻ എഴുന്നേക്കാൻ താമസിക്കും. എന്നോട് യാത്ര പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അല്ല, അതിന് ഞാൻ എവിടെ പോകുന്നു? ഒരാഴ്ചയെങ്കിലും താമസിക്കണമെന്ന് വിചാരിച്ചാ പോന്നത്. പക്ഷെ പ്രസാദ് മോൻ തീർത്തു പറഞ്ഞു 6 മാസമെങ്കിലും അമ്മൂമ്മ ഇവിടെ താമസിക്കണമെന്ന്. അവനോട് ഞാൻ എങ്ങനെ മറുത്തു പറയും സരോജും? ഈ വീട്ടിലെ കാര്യങ്ങൾ അവനാണോ തീരുമാനിക്കുന്നത്? പ്രസാദ് മോൻ്റെ മട്ടും ഭാവവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് വീട്ടിലായാലും ഓഫീസിലായാലും അവൻ വിചാരിക്കുന്നതേ നടത്തൂ എന്നാണ്. സ്വത്ത് സരോജത്തിന് കിട്ടിയതാണെങ്കിലും പണം പലിശയ്ക്ക് കൊടുത്തും കള്ളുഷാപ്പ് നടത്തിയും ആ സ്വത്ത് 2 ഇരട്ടി 4 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസാദ് മോനല്ലേ? അങ്ങനെ അവൻ പറഞ്ഞു. സരോജം, ഞാനിവിടെ വന്നത് അമ്മയും മോനെയും തമ്മിൽ പിണക്കാനല്ല, ഇണക്കാനാണ്. അമ്മയ്ക്ക് മകനോട് വാത്സല്യം കൂടണം, മകന് അമ്മയോട് ഭക്തി സ്നേഹവും വർദ്ധിക്കണം. അതിന് കൃഷ്ണന്റെ അനുഗ്രഹം വേണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. എന്റെ പണം കൊണ്ടവൻ എത്ര കാലം കളിക്കും? എനിക്കൊന്ന് കാണണം. ഇന്ന് തീയതി 5 അല്ലേ? കൊച്ചേട്ടൻ വാടക പിരിക്കാൻ പോകുന്നില്ലേ? കൊച്ചേട്ടൻ എന്നോട് പറയാതെ രാജമ്മ ചേച്ചിയുടെ കൂടെ വാടക പിരിച്ചത് ശരിയായില്ലെന്നേ അന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സുഭദ്ര ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇനി അവരുമായി മല്ലിടാനില്ല. വാടക പിരിക്കുന്നതും നാളികേരം ഇടിയിക്കുന്നതും ഒക്കെ ഇനി കൊച്ചേട്ടന്റെ ജോലിയാണ്. ഇല്ല, വീട്ടിൽ തന്നെ എനിക്ക് പിടിപ്പത് ജോലിയുണ്ട്. കൊച്ചേട്ടൻ ഇപ്പൊ എല്ലാം പരിചയമായല്ലോ. ഇനി ആരുടെ സഹായം ആവശ്യമില്ല. കണക്കുകൾ ബുക്കിൽ എഴുതി വെക്കുക. വീട്ടിലെ ആവശ്യത്തിനും ദിവ്യമോൾക്ക് ഫീസും മറ്റും കൊടുക്കാനുമുള്ള പണം മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കി ബാങ്കിലിടണം. പിന്നെ ബാങ്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നേക്കാൾ നന്നായി നളിനിക്കറിയാം. കൊച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? മനസ്സിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ മായ്ച്ചു കളയണം. ആത്മാർത്ഥമായി തന്നെ ഞാൻ പറയുന്നത്. കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. നളിനിയുടെ അമ്മ ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ കണ്ട സംഭവങ്ങളൊക്കെ ഉറക്കത്തിൽ കണ്ട ഒരു ദുസ്വപ്നം, അങ്ങനെ വിചാരിക്കണം. രാത്രി കഴിഞ്ഞു, ഉറക്കമുണർന്നു, വീണ്ടും പ്രഭാതമായി. ആകെ നാണക്കേടായി ചേച്ചി. എന്തു പറ്റി നളിനി? അമ്മ ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? എവിടെയാ? സരോജത്തിന്റെ വീട്ടില്. സരോജത്തിന്റെ വീട്ടിലോ? നളിനിയോട് ഇതാര് പറഞ്ഞു? എന്റെ ഫ്രണ്ട് കൗസല്യ, അവൾ ഇൻഷുറൻസ് ഏജന്റാ. സരോജത്തിനെ കൊണ്ട് ഒരു പുതിയ പോളിസി എടുപ്പിക്കാൻ പറ്റുമോന്നറിയാൻ പോയതാ അവള്. രാജമ്മ ചേച്ചി എങ്ങനെ സരോജത്തിന്റെ വീട്ടിലെത്തി?
കല്യാണ ദിവസം തന്നെ അമ്പലത്തിൽ വെച്ച് അവര് തമ്മിലുള്ള അടുപ്പം സുശീല ചേച്ചി കണ്ടതല്ലേ? കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം എന്നെ കാണാനാണെന്നും പറഞ്ഞ് വീട്ടിൽ വന്നു. ചേട്ടന്റെ സ്വത്തും സുശീല ചേച്ചിയുടെ സ്വത്തും ഒരുമിച്ചാണ് കിടക്കുന്നതെന്നും കല്യാണം കഴിഞ്ഞാലുടൻ ചേട്ടൻ അവകാശപ്പെട്ട സ്വത്ത് പിടിച്ചു വാങ്ങണമെന്നും എന്നോട് പറഞ്ഞു. സ്വത്ത് കണ്ടിട്ടല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ആ സബ്ജക്റ്റിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പക്ഷെ എന്റെ അമ്മ സരോജം പറഞ്ഞ വാചകം പാൽപായസം പോലെ കുടിച്ച് അതിന്റെ മധുരം മനസ്സിൽ സൂക്ഷിച്ചു. അത് ശരി. അപ്പോൾ നളിനിയുടെ അമ്മ ഇവിടെ കാട്ടിക്കൂട്ടിയ ബഹളത്തിനൊക്കെ പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് സരോജമാണെന്ന് സാരം. അവർ തമ്മിൽ കൂടെ കൂടെ കാണുന്നുണ്ടായിരുന്നു. എന്നെയും സുശീല ചേച്ചിയും തുടക്കത്തിൽ തന്നെ ശത്രുക്കളാക്കി ഈ വീട്ടിലൊരു നാത്തൂൻ പോര് സൃഷ്ടിക്കാനാണ് സരോജ ആദ്യം ശ്രമിച്ചത്. പക്ഷെ എനിക്കതിൽ താല്പര്യമില്ലെന്ന് കണ്ടപ്പോ അമ്മയെ പറഞ്ഞിളക്കി. പക്ഷേ സരോജ അധികം വൈകാതെ രാജമ്മ ചേച്ചിയുടെ തൽസ്വരൂപം കാണും. പിന്നെ അവിടെ എന്ത് നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? വാടകയ്ക്ക് വീടെടുത്തിട്ടില്ലേ? മാസം തോറും ചെലവിന് 5000 രൂപ കൊടുക്കാന്നും പറഞ്ഞില്ലേ? അഡ്വാൻസായി 5000 വാങ്ങി ദേശാടനത്തിന് പോകുന്നു പറഞ്ഞല്ലേ ഇവിടുന്ന് പോയത്. സരോജത്തിന്റെ വീട്ടിലെ താമസമാണോ ദേശാടനം? എനിക്കൊന്നും അറിയില്ല എന്റെ ചേച്ചി. എല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല ഗർഭപാത്രത്തിൽ ജനിക്കാനും പുണ്യം ചെയ്യണം. അമ്മേ, കോമണം കോമണം. എന്താ സുനില ഇത്? എന്താ ഇത്ര സന്തോഷം? അതെ, ഇതിൽ ഒരു സന്തോഷം ഇനി വരാറുണ്ടോ? സന്തോഷം എന്ന് പറഞ്ഞിട്ട് സുനിൽ എന്തിനാ കരയുന്നത്? അമ്മയുടെ പൂജാമുറിയില്. കഴിവില്ലാത്തവൻ, വിഡ്ഢി എന്നെല്ലാം പറഞ്ഞ് എന്നെ എല്ലാരും താഴ്ത്തിക്കിട്ടില്ലേ? എടീ, എന്റെ ഷെയറുകളുടെ വില ഇരട്ടിയായി. 5 ലക്ഷം നഷ്ടപ്പെട്ടെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ഇന്നത്തെ നിരക്ക് വെച്ച് എന്റെ 5 ലക്ഷം 10 ലക്ഷമായി. ഈശ്വര, നമ്മൾ രക്ഷപ്പെട്ടു. ഒരുപാട് സന്തോഷിക്കണ്ട. ഞാൻ നിന്നോട് പറയാറില്ലേ, ഒരു കാര്യത്തിൽ അക്ഷമ പാടില്ല. അതുപോലെ അതിരുകവിഞ്ഞ പ്രതീക്ഷയും പാടില്ല. അമ്മേ, ഞാൻ എന്റെ ഷെയറുകൾ നാളെ തന്നെ വിറ്റ് ഈ ബിസിനസ് അങ്ങ് മതിയാക്കട്ടെ. ഷെയർ നീ വിറ്റു, പക്ഷേ ആ പണമെടുത്ത് മറ്റൊന്നിനും നീ ചെലവാക്കരുത്. നിനക്ക് വിശ്വാസമുള്ള എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികളുടെ ഷെയർ വാങ്ങി വെക്കേ. ഇതാണ് നിന്റെ തൊഴിൽ. ഈ തൊഴിൽ അടിയുറച്ചു നിൽക്കുക. ഫെയ്ത്ത് ഈസ് ഗോഡ്, വർക്ക് ഈസ് ഗോഡ്. വിശ്വാസമാണ് ദൈവം, തൊഴിലാണ് ദൈവം. ഈ 2 ചൊല്ലുകളും സത്യമാണ്. മതി, നമ്മൾ നിൽക്കുന്ന പൂജാമുറിയില്. അത് കുഴപ്പമില്ല, ദൈവത്തിനറിയാം.